ഞാൻ പുതിയൊരു കഥയുമായി നിങ്ങളുടെ മുൻപിലേക്ക്. കഥയുടെ പേര് വിസ്മയം എന്നാണ്. കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് വിസ്മയ എന്നാണ്. വിസ്മയയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് വിസ്മയം എന്ന കഥയിൽ ഉള്ളത്. നമുക്ക് കഥയിലേക്കൊന്ന് പോയി നോക്കാം. അതിരാവിലെ 4 മണിക്ക് തന്നെ വിസ്മയ ഉണർന്നു. പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം അടുപ്പിൽ തീ പിടിപ്പിച്ച് അടുപ്പത്ത് വെള്ളം വെച്ചു. തിളച്ചപ്പോൾ 2 ഗ്ലാസ് കാപ്പിയെടുത്തു. ഒന്ന് മുത്തശ്ശിക്ക് കൊടുത്തു, അടുത്തത് താനും കുടിച്ചു. അതിനുശേഷം അരി കഴുകി അടുപ്പത്തിട്ടു. വേഗം തന്നെ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി, ഞാൻ ഇറങ്ങിയായി. മുത്തശ്ശി കഥ കടച്ചുകൊള്ളൂ. അപ്പോഴേക്ക് സമയം 5:30 കഴിഞ്ഞു. തൻ്റെ സൈക്കിളും മീൻകുട്ടയുമായി വിസ്മയ ധൃതിയിൽ സൈക്കിൾ ചവിട്ടി വീട്ടിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള ടൗണിലേക്ക് ആണ് പോയത്. റോഡിൻ്റെ ഇരുവശവും പാടശേഖരമാണ്. അതുകൊണ്ട് തന്നെ കണ്ണൊന്ന് തെറ്റിയാൽ ചെളിയിൽ കിടക്കും. അവൾ ടൗണിൽ എത്തിയപ്പോഴേക്കും നേരം നന്നായി വെളുത്തു. കലവില കൂട്ടുന്ന മീൻ വിൽപ്പനക്കാരുടെ ഇടയിൽ നിന്നും തനിക്ക് എന്നും മീൻ നൽകുന്ന സേവറിയേട്ടൻ്റെ അടുത്തു നിന്നും കുട്ടയിൽ നിറയെ മീൻ വാങ്ങി. കുട്ട സൈക്കിളിൽ സേവിയറിയേട്ടൻ കൂടി എടുത്തു വെച്ച് കെട്ടി കൊടുത്തു. അദ്ദേഹത്തിന് ഒരു പുഞ്ചിരിയും സമ്മാനിച്ച് വിസ്മയ ധൃതിയിൽ സൈക്കിൾ ചവിട്ടി മീനേ മീനേ എന്ന് ഉറക്കെ വിളിച്ച് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു. സ്ഥിരം വാങ്ങിക്കുന്ന പലരും കാത്തു നിൽക്കാറുണ്ട് വിസ്മയയുടെ കയ്യിൽ നിന്നും മീൻ മേടിക്കാൻ. 10 കിലോ മീനാണ് ഒരു ദിവസം അവൾ വിൽക്കുന്നത്. കടം പറയുന്നവരോട് അവൾ പറയും, ഞായറാഴ്ച തീർക്കണേ. വീട്ടിലേക്ക് തിരിയുന്ന വഴിയായപ്പോഴേക്കും മീൻ 1/2 കിലോ ഒഴികെ ബാക്കിയെല്ലാം വിറ്റു. വേഗം തന്നെ ഓലിയിലിറങ്ങി കുട്ടയും സൈക്കിളും കഴുകി വീട്ടിലേക്ക് ധൃതിയിൽ സൈക്കിൾ ചവിട്ടി. ഇടയ്ക്ക് അവൾ തൻ്റെ ജീവൻ്റെ ഭാഗമായ സൈക്കിളിനോട് പറഞ്ഞു, ആര് പണി മുടക്കിയാലും നീ പണി മുടക്കരുത് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും മുത്തശ്ശി അടിച്ചു വാരുകയായിരുന്നു. വിസ്മയ സ്നേഹപൂർവ്വം മുത്തശ്ശിയോട് പറഞ്ഞു, അടങ്ങിയിരുന്നൂടെ? ചുമയുള്ളതാണെന്ന് മറന്നോ? ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതും മറന്നോ? ഇന്നെന്താ താമസിച്ചത് കുഞ്ഞേ? മുത്തശ്ശി വിസ്മയോട്. വന്ന വഴിക്ക് കിട്ടാനുള്ള പണം കൂടി പിരിച്ചു. നാളെ തിങ്കളാഴ്ചയല്ലേ, സേവിയറിയേട്ടന് മീനിൻ്റെ പണം കൊടുക്കണ്ടേ? ഒരാഴ്ചത്തെ പണം ഒന്നിച്ചാണ് വിസ്മയ സേവിയറിന് നൽകുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കഷ്ടപ്പാട് എങ്ങനെ കഴിഞ്ഞിരുന്നതാ ഈ കുടുംബം. എല്ലാം തകർത്തില്ലേ ദൈവമേ നീ, മുത്തശ്ശി ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അറിയാതെ വിസ്മയയും തൻ്റെ ബാല്യകാലത്തേക്കൊന്ന് പിന്തിരിഞ്ഞു. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെയുള്ള സന്തോഷത്തോടെയുള്ളൊരു കുടുംബമായിരുന്നു തങ്ങളുടേത്. അച്ഛൻ വിശ്വനാഥ്, അമ്മ അനുപമ, മുത്തശ്ശി ചാരുലത. വിശ്വനാഥൻ്റെയും അനുപമയുടെയും ഒരേയൊരു മകളാണ് വിസ്മയ. അടുത്ത ഭാഗവുമായി